എടാ അവൻ ഇന്നലെ ഫോണിൽ നിന്ന് വീണ ആശുപത്രി കൊണ്ടുപോയി അതെന്താ എന്നോട് പറയാഞ്ഞേ? അമ്മാവ അതിനുള്ളതൊന്നും ഉണ്ടായില്ലാന്ന്. ഒരു 3 പടിയുടെ മുകളിൽ നിന്നാണ് അവൻ വീണത്. അപ്പൊ തന്നെ ഞാനെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് ക്ലീറ്റോനെ വിളിച്ച് വിവരവും പറഞ്ഞു. മാത്രമല്ല സ്കാൻ ചെയ്തിട്ട് റിസൾട്ട് നോക്കി ഡോക്ടർ പറഞ്ഞേ പേടിക്കാനൊന്നുമില്ല, ഞാനൊരു ഇഞ്ചക്ഷൻ കൊടുക്കുന്നുണ്ട്, അതിന്റെ മയക്കം ഉണ്ടാവും, അത് കഴിഞ്ഞൊന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ എല്ലാം മാറിക്കോളൂ എന്ന് പറഞ്ഞു. എന്നിട്ടാണ് ഇപ്പൊ രാവിലെ എണീച്ചപ്പോ ഈ പൂല്. എടാ ഇനി എന്നെ വിളിച്ചിട്ട് എന്താ കാര്യം? നിങ്ങളെ കണ്ടാൽ തന്നെ അവൻ കടിച്ചു കയറാനാ വരുന്നത്. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ പ്രയോഗിക്കില്ലേ? അമ്മാവനെ മാത്രമേ ഇപ്പൊ അവന് ഓർമ്മയുള്ളൂ. അതെ, അമ്മാവന് മാത്രമേ ഓർമ്മയുള്ളൂ. അവനെ പറയുന്നത് എന്താ അറിയാമോ, അവൻ ഇപ്പൊ വീണത് പോസ്റ്റേന്നല്ല, അമ്മാവന്റെ വീട്ടിന്റെ അവിടെ ഒരു മാവുണ്ട്, ആ മാവേന്ന് വീണെന്നാ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കണേ. അല്ല അമ്മാവ, അവൻ മാത്തേന്ന് പോലും വീണിട്ടുണ്ട് അമ്മാവന്റെ വീട്ടിൽ നിന്ന്. അതിന് അവന്റെ വീട്ടിൽ വന്നിട്ട് കൊല്ലത്രയടാ? ഇന്നും ഇന്നലെ ഇല്ലാന്ന് എന്നെങ്കിലും വീണിട്ടുണ്ടാ? നേരത്തെ എപ്പോഴെങ്കിലും അത് അവന് KCBയിൽ ജോലി കിട്ടുന്നതിന്റെ മുമ്പ് തേരാപര നടക്കുമ്പോഴേ കുറെ ദിവസം വീട്ടിൽ വന്നിട്ടുണ്ട്. അന്ന് അടുത്തുള്ള പിള്ളേരൊക്കെ മാമ മാങ്ങ പറിച്ചു തരുമെന്ന് ചോദിച്ചപ്പോ കയറി പറിച്ച് താഴെ വീണിട്ട് ബോധം പോയിട്ടുണ്ട്. അത് തന്നെ അമ്മാവായത്, അത് തന്നെ. ഇപ്പൊ ആര് വന്നാലും പറഞ്ഞു ഞാനേ അമ്മാവന്റെ വീട് വരെ പോയിരുന്നേ, അവിടെ മാവേ കയറിയിട്ട് മാങ്ങ പറിക്കപ്പോ ഒന്ന് വീട് തല ഇന്നത്തെ കാലത്തെ കാര്യം ഓർമ്മയുള്ളൂ. ഇന്ന് വരെ അവൻ അങ്ങനെ ആ പ്രകൃതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എങ്ങനെയെങ്കിലും നമുക്ക് അവനെ രക്ഷപ്പെടുത്തണം അമ്മാവ. പിന്നെ അതിപ്പോ ആ ഡോക്ടറെ ചെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലും മരുന്നിന്റെ പ്രശ്നമാകും, കൊടുത്താൽ തീരണുള്ളൂ. നമുക്കിപ്പോ തന്നെ പോയിട്ട് അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കാം. അമ്മാവൻ എന്തേലും ചെന്ന് പറഞ്ഞ് മയപ്പെടുത്തി വണ്ടിയിലൊന്ന് കയറ്റി തന്നാ മതി, ബാക്കി കാര്യം ഞങ്ങള്. പിന്നെ വണ്ടി പോയി വീട്ടിലേക്ക് വിടും. ഇല്ലെങ്കിൽ എന്റെ കുടുംബത്തിന്റെ കാര്യം എനിക്ക് ക്ലീറ്റോന്ന് ആദ്യം അവൻ രക്ഷപ്പെടട്ടെ. ഒന്ന് വേഗം വിട്. വിടണ്ട, വേണ്ട എത്തിയല്ലോ. മെല്ലെ മെല്ലെ അങ്ങോട്ട് നിർത്തിയാൽ മതി, അവിടെ നിർത്തിയാൽ മതി, ഇവിടെ നിർത്തിയാൽ മതി. വീട്ടിലേക്ക് ഇറങ്ങി ശരിയാവൂല. അതെന്താ ആശുപത്രി കൊണ്ടുപോണ്ടേ? കനകനെ ആശുപത്രി കൊണ്ടുപോണ്ടേ? നിർത്തി എങ്ങനെയാ അവനെ വണ്ടി അങ്ങനെ ഇറക്കണ്ടേ? എന്റെ അമ്മാവ അങ്ങോട്ട് വണ്ടി കൊണ്ട് ഇറക്കി എന്നെ നിങ്ങളെ ഇവനെ എല്ലാരും കൂടെ കണ്ടല്ലേ വണ്ടി അടിച്ചു പൊട്ടിക്കാൻ എന്ന് പറഞ്ഞാൽ അവനെ ആശുപത്രി കൊണ്ടുപോണ്ടേ? അതിന് അമ്മാവൻ പോയൊന്ന് പറഞ്ഞൊന്ന് ഓക്കെ ആക്കട്ടെ. അതാ അതിന് നിങ്ങൾ എന്റെ കൂടെ വാ. ഓടിച്ചിട്ടതല്ലേ അതല്ലേ ഞാനല്ലേ കൂടെ, പിന്നെന്താ? അമ്മാവ യവനിപ്പോ എന്റെ ഗുണ്ടയാ പാസില്, അവനെ പോലും അറിയില്ല എന്ന് പറയുമ്പോ പിന്നെ ഞാനും കൂടെ വന്ന എങ്ങനെ ശരിയാവും? അല്ലടാ എന്നെ ഇനി തിരിച്ചറിയണ്ട, അവൻ ഇന്നെന്തേലും ചെയ്താലോ? അമ്മാവൻ തിരിച്ചറിയോ? അമ്മാവൻ ചെന്ന് മയത്തിൽ പറഞ്ഞിട്ട് അവന് നിങ്ങളുടെ ഒന്ന് ശ്രദ്ധിച്ചു വേണം അടുത്തിരിക്കുമ്പോക്കെ, ചിലപ്പോ എന്തെങ്കിലും അമ്മാവനെ കുഴപ്പമില്ല എന്നാ പിന്നെ ആൻസർ ഒന്ന് കാണണ്ട, ചിലപ്പോ എന്റെ കൂട്ടുകാരനാണെന്ന് ഓർമ്മയിലെങ്ങാനും വന്നാലാ വേണ്ട. അമ്മാവൻ ചെല്ലേ, ഞാൻ വിളിക്കുമ്പോ നീ വണ്ടി അത്രക്ക് വയലന്റ് അവൻ. നീ എന്നാ ചെന്ന് നോക്കാം. ഞാൻ പോയ എന്നെ തല്ലുവോ? പറഞ്ഞാ കേക്കൂലേ? എന്തേ എന്താ അവന് പറ്റിയേ? അവനെവിടെ? ഇനിയിപ്പോ എന്താ അവനെന്താ കുഴപ്പം? എത്രയും പെട്ടെന്ന് അവനെ ഏതെങ്കിലും ഒരു ആശുപത്രി കൊണ്ടുപോവാന്ന്. എന്താ സംഭവം എന്നറിയട്ടെ? അതെ എന്തെങ്കിലും പറ്റിയോ നിങ്ങൾ പേടിക്കണ്ട, ഞാൻ പോയോക്കാം. ആ മുറിക്കാരി എന്താ ഇതൊന്നും നോക്കണ. ഞാൻ ഇവിടെ പിന്നെ പേടിക്കണേ അവിടെ. അല്ലേ ഒന്നുമില്ല. അല്ല അവന്റെ കയ്യില് വല്ല കത്തിയോ മടാളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, അവനെ ഉപദ്രവിക്കണൊന്നുമില്ല. അവനെന്ത് പറ്റി? അല്ല എന്താണോ ഇപ്പൊ ഉള്ളിൽ ചെയ്യുന്നതല്ല, ഞാൻ നോക്കാം. അമ്മാവനാണോ? ഇരിക്കി വീട്ടിരിക്കി. ഞാൻ അമ്മാവനെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് വരായിരുന്നതാ. ഏതായാലും ഇപ്പം ഇങ്ങോട്ട് വന്നത് നന്നായി. അതായത് നമുക്ക് 1-2 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്ട്. എന്താ? അതായത് നമ്മുടെ തങ്കത്തിൻ്റെ കല്യാണം അത് വേഗം ഉറപ്പിക്കണം. സംഗതി ആകെ കുഴപ്പമാണ്. ചെയ്യാൻ നമുക്ക് ഉറപ്പിക്കാം. അവൾ നമ്മൾ വിചാരിച്ച പോലെയല്ല. അവൾ കുട്ടിയെന്ന് അറിഞ്ഞതിൻ്റെ ഒരു ധാരണ. ഇപ്പോൾ എൻ്റെ കൂടെ നടക്കുന്ന ഒരുത്തുണ്ടല്ലോ ടീറ്റസ്, ആ വൃത്തികെട്ടവനുമായിട്ട് എന്തോ ഒരു അടുപ്പുണ്ട്. അതേ നമ്മുടെ കുടുംബത്തിൽ പറ്റില്ല. അവനെ കണ്ട് നമുക്ക് വരട്ടാം നമുക്ക്. അവനെ വരട്ടാന്നുള്ളതല്ല, അവനെന്തോ ആയിക്കോട്ടെ. അവനെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിട്ടു. അവനെ ഞാൻ ഇവിടുന്ന് ഇറക്കി. ഇനി അവൻ ഈ പടി കിടന്നിട്ട് ഇങ്ങോട്ട് വരില്ല. ഇല്ല അല്ലേ? അവളുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്താം നമുക്ക്. അതിന് പച്ച മറന്നില്ല, വേണ്ട. ഞാൻ നടത്തും. ഞാനും കൂടെ അമ്മാവൻ കൂടെ നിന്നാൽ മതി. അത് മാത്രം മതി എനിക്ക്. അത് ഇപ്പം എന്താ നമുക്കേ ഡോക്ടറെ അടുത്തൊന്ന് പോയാലോ? നീ എന്തോ വീണുന്നോ സുഖമില്ലാന്നൊക്കെ. ഡോക്ടറെ അടുത്ത് പോകണം. ഞാൻ
അമ്മാവൻ്റെ അവിടെ വന്നു കഴിഞ്ഞ സമയത്ത് മറ്റേ ആ മാവിൻ്റെ മുകളിൽ നിന്ന് വീണല്ലോ. ആ മാവിൻ്റെ മുകളിൽ നിന്ന് ഞാൻ വീണല്ലോ. എന്നിട്ട് മാവിന്റെ മുകളിൽ വീണു. എന്നിട്ട് രാമവൈദ്യരുടെ അടുത്ത് പോയിട്ട് മറ്റേ മരുന്ന് വെച്ചില്ലേ, അതിൻ്റെ ശേഷം എന്തോ ഒരു കുഴപ്പമുണ്ട് എനിക്ക്. പച്ചമരുന്ന് ആവുണ്ടാവോ എന്താണെന്നറിയില്ല. ഇപ്പോഴേ ചില സമയത്ത് ഇതാ ഈ ഞണ്ടില്ലേ, ഞണ്ടില്ലേ, ഞണ്ട് ആ ഞണ്ട് ഇങ്ങനെ അരിക്കണ പോലെ ഇങ്ങനെ തോന്നും. ഇതാ ഇപ്പം അരിക്കുന്നു. എവിടെ? ഇപ്പം അരിക്കണ്ടതാ ഇത് കൂടെ ഇങ്ങനെ കിടന്നിട്ട് ഇങ്ങനെ കളിക്കും. അങ്ങനെ വരുന്ന സമയത്ത് ഒരടിയാണ് കൊടുക്കുക, അവിടെ നിന്നോ? ഇപ്പം നിന്നു. അത് ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഡോക്ടറെ കാണും. നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പോൾ ഡോക്ടറെ അടുത്ത് പോവാ. നീ റെഡിയാവും. ഞാൻ എൻ്റെ ഒരു പരിചയക്കാരൻ്റെ വണ്ടി വരാൻ പറയാം ഞാൻ. അപ്പോൾ ഈ തങ്കത്തിൻ്റെ കാര്യം ആദ്യം നമ്മൾ സുഖം പ്രാപിക്കണ്ടേ? തങ്കത്തിന്റെ വന്നതും ഉടനെ തങ്കത്തിനൊരു നല്ല ചെക്കനെ കാണിക്കണു, നമ്മൾ ഉടനെ കല്യാണം നടത്തണം. അളിയനൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ആയിക്കോട്ടെ. അപ്പോൾ നമുക്ക് ആദ്യം ഡോക്ടറെ കാണാം. ആദ്യം ഡോക്ടറെ കണ്ടുവരാം. എന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അമ്മാവ് മാത്രം മതി എൻ്റെ കൂടെ. വേറെ ഒരാളും വേണ്ട. ഒരാളെ എനിക്ക് വിശ്വാസമില്ല. നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരും വിശ്വാസമില്ല എനിക്ക്. വേണ്ട, ആരും വേണ്ട, ഞാൻ വരാം. കാരണം തങ്കം ഇങ്ങനെ എന്നോട് ചെയ്യുന്നു ഞാൻ വിചാരിച്ചിട്ടില്ല. അല്ല, അതെ, എന്താ പറയുക, പ്രായത്തിൻ്റെ നമുക്ക് എന്താ വേണ്ടിച്ച ചെയ്യാം. ഇപ്പം നമുക്ക് ഡോക്ടറെ അടുത്തേക്ക് പോവാ. എന്നാ വാ. എങ്ങനെ പോകുന്നു? ഞാൻ പറഞ്ഞില്ല, എൻ്റെ കൂട്ടുകാരൻ്റെ ഒരു വണ്ടി പറഞ്ഞിട്ടുണ്ട്, പറയാം. പോവാ. എന്നാ റെഡിയാവും. ഞാൻ റെഡിയാണ്. ഇങ്ങനെ മതിയല്ലോ. എന്താ ഞാൻ ഇപ്പോൾ റെഡി ആയിട്ടിരിക്കുന്നു. എന്നാ വാ. പിന്നെ വേറൊരു കാര്യം, എന്താ നമ്മുടെ ആ വാര്യത്തൊരു കുട്ടീൻ്റെ പുഷ്പ, അവൾ 1-2 ദിവസമായിട്ട് ഇവിടെ കടന്നിട്ട് ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അതിപ്പോൾ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു കുറ്റം ഉണ്ടാവില്ല, ഞാനായിട്ടൊരു തെറ്റും ചെയ്യില്ല. കാരണം കുടുംബത്തിനൊരു ചീത്തപ്പേരുണ്ടാവാൻ ഞാൻ നിൽക്കില്ല. അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ ആ കുട്ടിയോട് പറഞ്ഞു വിടുന്നു. പക്ഷെ അമ്മ കേൾക്കണില്ല. അമ്മാവനൊന്ന് പറയണം ആ കുട്ടിയോടോ? അപ്പോൾ ഞാൻ പറയും. അത് പറയണം. എന്നാലേ അത് ശരിയുള്ളൂ. മറ്റേത് നമ്മുടെ കുടുംബത്തിന് പറ്റില്ല. അതൊക്കെ ഞാനിട്ട് നീ ഒരു പേടിയും പേടിക്കണ്ട. നീ ഇപ്പം ആദ്യം ഡോക്ടറെ കാണാൻ പോകാൻ നടക്കും.